കനത്ത മഴയിൽ വെള്ളക്കെട്ടിലായി തൃശൂർ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ വീടുകളിലും കടകളിലും ഉൾപ്പെടെ വെള്ളം കയറി. ഇടിമിന്നലേറ്റ് 2 പേർ മരിച്ചു. തൃശൂർ അശ്വിനി ആശുപത്രിയിൽ 3ാം തവണയും വെള്ളം കയറി. വെള്ളക്കെട്ടിൽ PWD വകുപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായി LDF-ൽ നിന്നുള്ള തൃശൂർ മേയർ MK വർഗീസ് രംഗത്തെത്തി. ഒരു പരിഹാരം അധികാരികളുടെ അടുത്ത് നിന്ന് വരുന്നില്ല. ഇതിന് എന്താണ് പരിഹാരം എന്നുള്ളത് അവർ കണ്ടെത്തുന്നില്ല. അതാണ് ഇതിൽ എത്ര രൂപയുടെ നഷ്ടമാണ് ഞങ്ങൾക്ക് വരുന്നത്. ഇത് സാധനങ്ങൾ മൊത്തം ഈ ഫ്രീസറുകളും സാധനങ്ങളും നശിച്ചു പോവുക. ഒരുപാട് നഷ്ടങ്ങളാണ് വരുന്നത്. മണിക്കൂറുകൾ നീണ്ടുനിന്ന കനത്ത മഴയിൽ തൃശൂർ നഗരം ആകെ വെള്ളത്തിലായി. വടക്കേ സ്റ്റാൻഡിന് സമീപത്തെ റോഡുകളിലും സ്വരാജ് റൗണ്ടിലും കൊക്കാലയിലും പൂങ്കുന്നത്തും വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുസ്സഹമാക്കി. തൃശൂർ അശ്വിനി ആശുപത്രിയിലും നേരിയ തോതിൽ വെള്ളം കയറി. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇത് 3ാം തവണയാണ് വെള്ളം കയറുന്നത്. ഇതിനകം 3 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ശക്തൻ സ്റ്റാൻഡും സമീപത്തെ മിഷൻ ക്വാർട്ടേഴ്സും വെള്ളത്തിലായി. മഴ നിന്നിട്ടും മിഷൻ ക്വാർട്ടേഴ്സിൽ നിന്ന് വെള്ളം ഇറങ്ങാത്ത അവസ്ഥയാണ്. അതിനിടെ വെള്ളക്കെട്ടിൽ PWDക്കെതിരെ ആഞ്ഞടിച്ച് തൃശൂർ മേയർ MK വർഗീസ് രംഗത്തെത്തി. വെള്ളക്കെട്ട് പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ 2 കാര്യമാണ്. ഇതിപ്പോൾ എല്ലാ കാര്യങ്ങളും കോർപ്പറേഷന്റെ പേരിലാണ്. ഇത് ഞങ്ങളുടെ റോഡല്ല. 1, 2 നമുക്ക് ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒപ്പം തന്നെ ഇത് PWD ഏറ്റെടുത്ത് ചെയ്യേണ്ട പണിയാണ്. PWDയിൽ പൈസ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെടുത്തി ഈ പണി നടത്തണം. അടിയന്തരമായി ഞങ്ങൾ മീറ്റിംഗ് വിളിക്കും. കാരണം ഇവിടുത്തെ ആൾക്കാർ വെള്ളത്തിൽ മുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് അവിടെ ഓഫീസിലിരിക്കണ്ടേ. ഇടിമിന്നലേറ്റാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായത്. വീടിന് പുറത്തെ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്ന മലപ്പാട് കോതകുളം സ്വദേശി നിമിഷ, വീടിനുള്ളിൽ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചുകൊണ്ടിരുന്ന ഗണേശൻ എന്നിവരാണ് മരിച്ചത്. 24 തൃശൂർ. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.